ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ അത്തം തുടങ്ങുകയാണ്. ഓണം സ്പെഷ്യലായിട്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പോൾ അരി കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി കൊണ്ട് വെറും 10 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ശർക്കര പാനിയാച്ചി എടുക്കണം. അപ്പം ഞാനിവിടെ 2 കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതേ അളവിനുള്ള ശർക്കരയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പാനിയാച്ചി എടുക്കാം. ഇപ്പോൾ ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കറുത്ത എള്ള് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ലതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവാണ്. 250 ml കപ്പിൽ 1 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് അളവിന് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്താലും മതി, 1/2 കപ്പ് അളവിന്. അപ്പോൾ അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുക്കുന്നത്, 1/2 കപ്പ്. അതിനുശേഷം നമുക്കിനി പഴം ചേർത്ത് കൊടുക്കണം. സാധാരണ ഉണ്ണിയപ്പത്തിന് പാളയംകുടം പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മഞ്ഞപ്പഴമാണ്, ചിക്കൂട്ട. അപ്പോൾ അത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പകുതി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പകുതി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര പാനിൽ കട്ടയോ പൊടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ തീരെ പൊടിയോ കട്ടയോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചിലപ്പോൾ അടിയിൽ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുക്കുന്ന മാവ് അത്യാവശ്യം നല്ല കട്ടിയോട് കൂടിയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്തതാണ് കേട്ടോ. അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, 1/2 കപ്പ് വെള്ളം മാത്രം മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 5 അല്ലി ഏലയ്ക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർക്കാം. പിന്നെ 1 നുള്ളു ഉപ്പ്, ഒരുപാട് വേണ്ട കേട്ടോ, 1 നുള്ളു മാത്രം മതി, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമായതുകൊണ്ട് ഇതിലേക്ക് 1 നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് താഴെ മതി, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും മാവിൽ എല്ലാം കൂടി ചേരുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നെയ്യപ്പത്തിൻ്റെ കാട്ടി കുറച്ചുകൂടി ലൂസ് വേണം. ആ ഒരു പരുവത്തിനാണ് കലക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഞാനെടുത്ത മാവിൻ്റെ അളവിനനുസരിച്ചാണെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിനാണ് കേട്ടോ. വെള്ളവും കാര്യങ്ങളൊക്കെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം. ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓയിൽ ചൂടായില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാണ് മാവ് എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തവിയെക്കാട്ടി കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഗ്ലാസ്സിലാവുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുഴിയിലേക്ക് നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്.
അങ്ങനെ നിറച്ചൊഴിച്ചു കൊടുത്താൽ മാവ് പൊങ്ങി വരുമ്പോൾ ഉണ്ണിയപ്പം പൊട്ടിപ്പോവും, നിറഞ്ഞ് വന്നിട്ട് അത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പകുതി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പൊള്ളി വരുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, നിറച്ചൊഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുകയും വേണം. ഒരു വശം മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരുപാട് താമസമല്ല ഇത് റെഡിയാവാനായിട്ട്. നല്ലതുപോലെ പെട്ടെന്ന് അതിനെ പൊങ്ങി പൊള്ളി വരും. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. അപ്പോൾ ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് വശവും മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് തന്നെ മാറ്റാം. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ അടിപൊളി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിന് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ. എല്ലാവരും ഓണത്തിന് തയ്യാറാക്കി നോക്കുക. ഒരു 10 മിനിറ്റ് സമയം മാത്രം മതി. നമുക്ക് അരി കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് ഇതേ ഒരു മെഷർമെൻറ്റിൽ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് ഒന്നും ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിൽ കാണാം. താങ്ക്